ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് അറിയാലോ. ഇന്നത്തെ ഡേറ്റാണ് 31st December 2023. 2023 ഇയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഈ വീഡിയോൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ലേറ്റായിട്ടാണ് ഇട്ടത്. അത് എനിക്ക് ഒന്നാമത്തെ കോൾഡ് സംഭവങ്ങളൊക്കെ വന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് ഇരുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിവസം 31st December 2023 ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കും. ഒരു സ്മോൾ ക്യൂട്ട് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് രാവിലെ എന്താണ് നടന്നതെന്നുള്ള പകുതി സംഭവം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രാവിലെ എന്താ നടന്നതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എണീറ്റു. ഞങ്ങൾ പള്ളിയിൽ പോയി എന്ന് വെച്ചാൽ ഞങ്ങൾ പൊയ്ക്കാട്ടിശ്ശേരി പള്ളിയിലാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ടായിരുന്നു. ആ സമയം ഞാൻ കിടന്ന് കുറേ നേരം ഉറങ്ങി. പിന്നെ അവിടെ പോയപ്പോൾ കുറച്ച് ഉറക്കപ്പിച്ചും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചുമയുണ്ടായിരുന്നു. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുമ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഈ ഒരു പോർഷനായിട്ട് ഭയങ്കര തലവേദനയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒട്ടും കണ്ണടയ്ക്കാൻ പറ്റില്ല, കണ്ണ് നിവർക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോളുവിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ കളിച്ചു. അപ്പോൾ പിന്നെ വിക്സും പറ്റി. അപ്പോൾ കുറച്ച് ആശ്വാസം വന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ പോന്നു. പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നു, പാട്ട് റീൽസ് കണ്ടു, അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെയാണ് ഈ സ്ഥലത്തോട്ട് പോകാൻ പോയത്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പിന്നെ അതിനുശേഷം പോയത് നിങ്ങൾക്കറിയണ്ടേ? എന്തായാലും നിങ്ങൾ കാണുക ഈ വീഡിയോ ഫുള്ളായിട്ട്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം പച്ചാളം ക്വീൻസ് വേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ ഫുഡ് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ക്വീൻസ് ചൈനീസ് കോർണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കുറേ നടക്കാനുള്ള സ്ഥലമുണ്ട്, കുറേ ആൾക്കാർ വരാറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണത്. അപ്പോൾ ഇവിടെ ഞാൻ കഴിക്കാൻ ആദ്യമായിട്ട് പോകുന്നത്, എനിക്ക് ഇങ്ങനത്തെ വടാപ്പാവ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ പാനിപൂരി അങ്ങനെ കുറേ ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ ആദ്യമായിട്ട് പറഞ്ഞത് വടാപ്പാവാണ്. അപ്പോൾ അവൻ ആദ്യം കഴിച്ചപ്പോൾ അവന് ഒത്തിരി ഇഷ്ടമായി. ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഈ സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്കും ഒത്തിരി ഇഷ്ടമായി. ഇറ്റ് വാസ് സോ യമ്മി. നല്ല എന്താ പറയുക, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രുചികരമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പാനിപൂരി ആയിരുന്നു. അത് ഞാൻ ഒറ്റയടിക്ക് വായിലിട്ടു. നല്ല രുചിയുണ്ടായിരുന്നു. എനിക്ക് പാനിപൂരി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വാങ്ങുന്ന സംഭവമാണ്. അപ്പോൾ അവനും ഞാൻ വായിൽ കുത്തിക്കയറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ അവനും ഒത്തിരി ഇഷ്ടമായി. പിന്നെ മമ്മിക്ക് ഞാൻ കൊടുക്കാൻ പോയി, പക്ഷേ മമ്മി താല്പര്യം ഉണ്ടായിരുന്നില്ല മമ്മിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല. പിന്നെ പപ്പയ്ക്ക് കൊടുത്തു. പപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. പപ്പയും പറഞ്ഞു അടിപൊളിയാണെന്ന്. പിന്നെ എന്നോട് തന്നെ എല്ലാം കഴിച്ച് തീർക്കാൻ പറഞ്ഞു. എനിക്ക് ആർത്തിമുത്തത് ഞാൻ എല്ലാം കഴിച്ച് തീർത്തു, അടിപൊളിയാണെന്ന് പറഞ്ഞു. അവൻ്റെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബ്രെഡ് ടോസ്റ്റ് വാങ്ങാനായിരുന്നു. അത് മെയിൻലി മമ്മിക്കായിരുന്നു. കാരണം ഞങ്ങളെല്ലാം കഴിക്കാൻ മമ്മി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മിയായിട്ട് തന്നെ ആദ്യം കഴിച്ചു. അപ്പോൾ മമ്മി കുറച്ച് സോസൊക്കെ മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ അവൻ കുറേ സോസ് എടുത്ത് തോണ്ടി കഴിച്ചു. അവനും ആഗ്രഹം തോന്നിയിട്ട് അവനും മമ്മി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കും വേണം. എനിക്ക് ഭയങ്കര ചൂടുണ്ടായിരുന്നു ഇപ്പോൾ സംഭവം. അപ്പോൾ ഭയങ്കര രുചി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോയി. എനിക്കും ഒത്തിരി ഇഷ്ടമായി സംഭവം. നല്ല ചൂടോടെ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആ ഒരു രസത്തിൽ ഞാൻ കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ മൊമോസ് കഴിക്കാനാണ് പോയത്. മൊമോസ് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ലൈവായിട്ടൊക്കെ കാണാൻ പറ്റും. ഈ കടയുടെ പേര് മൊമോസ് ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഈ സംഭവം കഴിക്കുന്നുണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ്
സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനതിൽ ഓർഡർ ചെയ്തത് ചിക്കൻ ഇറ്റാലിയൻ ഫ്ലേവറുള്ള ഒരു മൊമോസാണ്. അതവർ ഫ്രൈഡ് ആക്കി. പിന്നെ മോനും ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് എന്താണ് മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിച്ചതും എൻ്റെ വായിൽ നിന്ന് ഡ്രാഗനൊക്കെ തീ വരില്ല അതുപോലെയായിരുന്നു സംഭവം. അത്രയ്ക്ക് കട്ട ചൂടായിരുന്നു. ഞാൻ ഓർത്തില്ല. ബട്ട് അങ്ങനെ എന്താ ആ ഒരു കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ കഴിച്ചു പോയി. ബട്ട് എന്താ പറയുക, ഫുൾ വായിൽ ചൂടായിപ്പോയി. പിന്നെ അവനും വേണമെന്ന് പറഞ്ഞു അവൻ കണ്ടപ്പോൾ. ബട്ട് പിന്നെ അവൻ മണത്ത് വന്നപ്പോൾ അവനാ എന്താ മണം അങ്ങനെയൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് വായിലിട്ടു. പിന്നെ അത്യാവശ്യം ചൂടൊക്കെ പിന്നെ കുറഞ്ഞു. പിന്നെ അവന് വാങ്ങിച്ചത് സാധാരണ മോമോസാണ്, സ്റ്റീംഡ് മോമോസ്. അവൻ്റെ ഫ്ലേവേഴ്സൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനതാണ് വാങ്ങിച്ചത്. പിന്നെ അത്യാവശ്യം കുറച്ച് എരിവുള്ളതുകൊണ്ട് അത് അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ ഞങ്ങൾ കുടിക്കാൻ പോയത് ഷെയ്ക്കാണ്. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ബട്ട് അമ്മ പറഞ്ഞു സാധാരണ സംഭവം ഉള്ളത് മതി, അപ്പോൾ അധികം വെറൈറ്റി ഒന്നും വേണ്ട, നമുക്ക് സാധാരണയായിട്ടുള്ളത് മതി. അതുകൊണ്ട് ഞങ്ങൾ സാധാരണയായിട്ടുള്ള സംഭവമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചേട്ടൻ്റെ കുലുക്കി സർവത്തായിരുന്നു. അത് സംഭവം കിടുക്കാച്ചിയായിരുന്നു, ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് കാണാം. അപ്പം ഞാൻ കുടിച്ചത് ഗ്രേപ്പിൻ്റെ കുലുക്കായിരുന്നു കേട്ടോ. ബട്ട് അതിൽ എന്തിനാണ് അവർ പച്ചമുളക് ചേർത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുടിച്ചപ്പോൾ എന്തോ മാതിരി ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും ഞാനൊരു ഓക്കെ മട്ടിലാണ് ഞാൻ കാണിച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. ബട്ട് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ അവൻ ഓർഡർ ചെയ്തത് ഷാർജ ഷേക്കാണ്. എൻ്റെ അമ്മ ടോട്ടലി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിക്കരുത്, കുടിക്കരുത്. തൊണ്ടയുടെ ചുമ ഒന്ന് മാറി വന്നതേ ഉള്ളൂ. അവൻ കൂളായിട്ട് കുടിക്കുന്നുണ്ട് സംഭവം. ഐസ്ക്രീമും ബൂസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഒരു കൊതി തോന്നി. അപ്പോൾ അമ്മ ചെയ്തോട്ടെ, അമ്മനെ ഞാൻ ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ എത്ര തണുപ്പുണ്ടാവുമെന്ന്. ആ ഒരു ഇതിലാണ് ചെയ്തത്. പിന്നെ അമ്മ ഐസും കട്ടൊക്കെ കഴിക്കണ ആളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, തണുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആക്കി. പിന്നെ നമ്മൾ പോയത് മറൈൻ ഡ്രൈവിലുള്ള ക്രിസ്മസ് ട്രീ കാണാനായിരുന്നു. അവിടുത്തെ ഇവൻറ്റ്സും കാണാനായിരുന്നു. അവിടെ അടിപൊളിയായിട്ടുള്ള ട്രീ ഉണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, സർക്കുലർ മോഷനിൽ കറക്റ്റ് 12 o'clock ആയപ്പോൾ അവിടെ എല്ലാ പപ്പാനും കയറി നിന്നിട്ട് നമുക്ക് ആ ഒരു സംഭവമൊക്കെ കാണാനുണ്ടായിരുന്നു. ബട്ട് അവിടെ കുറേ തിരക്കായതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാനും പറ്റിയില്ല. ബട്ട് അടിപൊളിയായിരുന്നു ട്രീ, നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ അടിപൊളിയായിട്ട് DJ ലൈറ്റൊക്കെ വെച്ച് സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു. അമ്മയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ അത്. ഞാൻ വർക്ക് ആവില്ല എന്ന് വിചാരിച്ചു, ബട്ട് അടിപൊളിയായിട്ട് വർക്കായി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത വേറെ ഒന്നുമല്ല, അതിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മ്യൂസിക് ഇടാത്തത്. ബട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ അപ്പടി പോടെ അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞാൻ DJ ലൈറ്റിൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ആഘോഷിക്കുകയാണ് ഗൈസ് ക്രിസ്മസ് ന്യൂ ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരെയും ബൈ ബൈ, വിത്ത് ലോട്ട്സ് ഓഫ് ലവ്.